നമസ്കാരം. 24 ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ വലിയ ഒരു വാസ്തു രഹസ്യങ്ങളാണ്. അതായത് ഒരുപാട് പാവപ്പെട്ടവരുടെ തങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതവും കടങ്ങളും തീർത്ത് കോടീശ്വരന്മാരാക്കി തീർത്ത ഒരു വാസ്തു രഹസ്യ സത്യങ്ങൾ. അതായത് ഞാൻ ഇവിടെ 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 7 രഹസ്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീരും. നിങ്ങളുടെ വീട് രക്ഷപ്പെടും. സമ്പത്തും പണവും നിങ്ങളുടെ വീട് തേടി വരുന്നതായിരിക്കും. ഏറ്റവും സത്യമുള്ള അച്ചിട്ടായ കാര്യങ്ങളാണ്. ഒരുപാട് പേരെ കോടീശ്വരന്മാരാക്കിയിട്ടുള്ള വ്യക്തികൾ അവരുടെ വീടുകളിൽ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇത് പുറത്ത് പറയാറില്ല. വളരെ രഹസ്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കുകയും അതിൻ്റെ ഫലം അവരുടെ ജീവിതത്തിൽ ഐശ്വര്യമായി കൂട്ടുകയും ചെയ്യുന്നതാണ്. ഞാൻ ഈ വാസ്തുവൊക്കെ നോക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് വീടുകളിൽ ഇത് ഇരിക്കുന്നത് കാണുവാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ തന്നെ ചില വീടുകളിൽ ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. ആ ചെയ്തവരൊക്കെ അതിൻ്റെ ഫലം കിട്ടിയ കാര്യങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത്. 7 കാര്യങ്ങൾ പറയും. ഈ 7 എണ്ണത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് പറ്റുന്ന ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചെയ്തു വെക്കുക. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, മനസ്സിലാക്കാം ഈ 7 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ബെഡ്റൂം ഉണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും കിടക്കുന്ന അല്ലെങ്കിൽ ദമ്പതികൾ കിടക്കുന്ന ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന രീതിയിൽ ഒരു മൂങ്ങയുടെ ലോഹത്തിൽ തീർത്ത ഈ ഇതാ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ മൂങ്ങയുടെ വിഗ്രഹം വാങ്ങി വെക്കുക എന്നുള്ളതാണ്. പല വലുപ്പത്തിലുള്ളത് ഇത്തരത്തിൽ ഒരെണ്ണം വാങ്ങി നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ വാതിലിന് അഭിമുഖമായിട്ട് ബെഡ്റൂമിൻ്റെ അകത്ത് വെക്കുക. ബെഡ്റൂമിൻ്റെ അകത്ത് വെക്കരുത്. ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആദ്യം കാണത്തക്ക രീതിയിൽ ആ ബെഡ്റൂമിൻ്റെ വാതിലിന് എതിർവശമായിട്ട് വെക്കുക. ഉദാഹരണത്തിന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ഈ മൂങ്ങയുടെ രൂപമായിരിക്കണം. ഈ രീതിയിൽ ഇത്തരത്തിൽ വെക്കുക. ഏറ്റവും ഐശ്വര്യമായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം മൂങ്ങ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ഒരു പ്രതിരൂപമായിട്ടാണ്, മഹാലക്ഷ്മി വാഹനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ മൂങ്ങയെ കാണുക എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് ലോക ആസ്ട്രോളജികളിൽ എല്ലാ മൂങ്ങയെ സമൃദ്ധിയുടെ പ്രതീകമായിട്ട് കൂടി കണക്കാക്കാറുണ്ട്. ഈ മൂങ്ങയുടെ ലോഹത്തിൽ തീർത്ത വിഗ്രഹം നിങ്ങൾക്ക് ഓൺലൈനിലും ഒക്കെ വാങ്ങിക്കുവാൻ കിട്ടുന്ന ഒരെണ്ണം നിങ്ങൾ വാങ്ങിക്കുക. ഞാൻ പറഞ്ഞല്ലോ 100 രൂപ മുതൽ നമുക്ക് വാങ്ങിക്കുവാൻ കിട്ടും. ഒരെണ്ണം വാങ്ങി നമ്മുടെ വീടിൻ്റെ പ്രധാന കിടപ്പുമുറിയുടെ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ വാതിലിന് എതിർവശമായിട്ട് എവിടെയെങ്കിലും വെക്കുക. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് അല്ലെങ്കിൽ റൂമിന് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന രീതിയിൽ ഇത് ഇരിക്കുക. അത് ഡൈനിങ് റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ എവിടെയാണോ നിങ്ങൾ ബെഡ്റൂം കണക്ട് ആകുന്നത് ആ ഒരു ഭാഗത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏത് ദിശയിലേക്ക് നോക്കി വേണമെങ്കിലും ഇത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബെഡ്റൂമിൽ നിന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതിനെ കാണുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ കഷ്ടതകൾ ഓരോന്നും അലിഞ്ഞില്ലാതെയാകും. ഈ കണി ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഒരുപാട് കോടീശ്വരന്മാർ അവരുടെ വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഉയർച്ച അവർക്ക് കിട്ടുന്നുമുണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് ഈ ചിത്രത്തിൽ കാണിച്ചു വെച്ചിട്ടുള്ളത് പോലെ കാമധേനു രൂപം എന്ന് പറയുന്ന ഈ പശുക്കിടാവും നിൽക്കുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള രൂപം ഏത് വീട്ടിലാണോ ഈ ഒരു രൂപം പൂജാമുറിയിൽ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന അടുത്ത് വെച്ചിട്ടുള്ളത് ആ വീടുകൾ ഒക്കെ രക്ഷപ്പെട്ട ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും ആ വീട്ടിൽ അന്നം മുട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഈശ്വരന്റെ ഒരു ചൈതന്യം, അനുഗ്രഹം, ഒരു സമൃദ്ധി എപ്പോഴും ആ വീടിനെ വലം വെച്ച് നിൽക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഈ വിളക്ക് വെക്കുന്നിടത്തും ഒരു കാമധേനു രൂപം വാങ്ങിച്ചു വെച്ച് നോക്കുക. തീർച്ചയായിട്ടും ഏത് വീട്ടിലാണോ അത്തരത്തിൽ വെക്കുന്നത് ആ വീട് രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ലോഹത്തിൽ തീർത്തത് തന്നെ വാങ്ങിക്കുവാൻ ശ്രമിക്കണം കേട്ടോ. 200 അല്ലെങ്കിൽ 300 ഒക്കെ രൂപ ആവുകയുള്ളൂ. ലോഹത്തിൽ തീർത്ത ഒരു കാമധേനു രൂപം ഇതുപോലെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക. കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ മുഖം തിരിച്ചു വെക്കുക. അതിൻ്റെ
എല്ലാ ഗുണങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുന്നതായിരിക്കും. ഇത് വെച്ചിട്ടുള്ള വീടുകൾക്കൊക്കെ സമൃദ്ധിയായിട്ട് ഐശ്വര്യമായിട്ട് ജീവിതത്തിൽ ഉയർന്നവരാണ്. ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ്. സൂര്യമുഖം എന്ന് പറയുന്ന നമ്മുടെ വീടിനേൽക്കുന്ന എല്ലാ രീതിയിലുള്ള ദോഷങ്ങളും ഇല്ലാതാകുവാൻ, നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യത്തെയും സമൃദ്ധിയെയും ക്ഷണിച്ചു കൊണ്ടുവരുവാനായിട്ട് ഏറ്റവും ഉത്തമമാണ് ഈ സൂര്യമുഖം വീടിന് മുന്നിൽ തൂക്കുക എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇവിടെ എനർജിയൊക്കെ ഇത് ഇല്ലാതാക്കും. ഇത്തരം നെഗറ്റീവ് ഊർജത്തെയും ഇല്ലാതാക്കുവാൻ ഇതിന് സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ തൂക്കിയിടണം. നിങ്ങൾ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സൂര്യമുഖം തൂക്കിയിട്ടിരിക്കുന്നത്. ഈ സൂര്യമുഖം നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ഒന്നെങ്കിൽ വടക്ക് കിഴക്കേ മൂലയ്ക്കോ പോകുന്ന രീതിയിൽ, അതായത് വടക്ക് കിഴക്ക് മൂലയ്ക്കോ ദർശനം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ കിഴക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലോ വീടിൻ്റെ മുന്നിൽ തൂക്കിയിടുക. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.